ഇല്ല, ഇവിടെ അവർ പിടിക്കുന്ന കൊടി കാവിക്കൊടിയാണ്, ദേശീയ പതാകയല്ല. ഇപ്പം നമ്മൾ ഗവർണറുടെ ഈ രാജ്ഭവനിൽ പ്രദർശിപ്പിച്ച ചിത്രം പുറത്തു വന്നിട്ടുണ്ടല്ലോ, ചാനലുകളിലൂടെ വന്നിട്ടുണ്ട്, പിന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എവിടെ ദേശീയ പതാക? കാവിക്കൊടിയല്ലേ? അതെ, ത്രിവർണ്ണ പതാക ഉപയോഗിക്കുന്നേ ഇല്ല. ഇനി ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലും ചെയ്യാതെ കാവിക്കൊടി ഏന്തിയ ഒരു സ്ത്രീയുടെ പടം, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏത് ലക്ഷ്യമാണ്? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട എന്ത് പ്രതീകമാണത്? അങ്ങനെ ഒരു പ്രതീകമുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ അത് ചൂണ്ടിക്കാണിക്കുമല്ലോ. പക്ഷേ അതൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേശീയ പതാകയെ അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദേശീയ പതാകയെ മാനിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി. അല്ല, ദേശീയ പതാക ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു കഥാപാത്രമില്ല സ്വാതന്ത്ര്യത്തിൽ. ഇനി ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടെന്നെങ്കിലാണെങ്കിൽ അതൊരു സങ്കല്പമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുണ്ടെങ്കിൽ അതെന്നല്ല, ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെ ഒരു ഭാരതാംബയുടെ പ്രതീകം മുന്നോട്ട് വെക്കുന്നില്ല. അല്ല, അത് RSSനുണ്ട്. RSSന് സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ബന്ധം? RSSൻ്റെ ക്യാമ്പുകളിലെല്ലാം ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതെല്ലാവരും അത് അവർക്ക് ചെയ്യാം. അത് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് നിലപാട് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ നിലപാട് പ്രാവർത്തികമാക്കേണ്ടുന്ന കേന്ദ്രമല്ല രാജ്ഭവനും അതുപോലുള്ള മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളും. അപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാർക്കെല്ലാം അവിടെ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള അവിടെ കൊടികൾ ഉപയോഗിച്ചുകൂടെ? അങ്ങനെ അവർ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഫോട്ടോസ് അവർ വെക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പതാക ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ഉപയോഗിക്കുന്നത് ദേശീയ പതാക തന്നെയാണ്.